ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമയ ബൊട്ടിക്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് പതിവ് പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ്, അതും നല്ല കളേഴ്സിലും ട്രെൻഡിങ്ങിലും വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. 299 മുതൽ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 399 കോട്ടൺ കുർത്തീസ് വരുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ 499 കോട്ട് സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ആ ഒരു കോട്ട് സെറ്റിനായിരുന്നു കേട്ടോ. അത്രയും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സെയിം ഫാബ്രിക്കിൽ തന്നെ നമ്മൾ ഇത്തവണ വേറെ രണ്ട് കളേഴ്സിലും പാറ്റേണിലും കൊണ്ടുവന്നിട്ടുണ്ട്. കോട്ട് സെറ്റ് ഒക്കെ താല്പര്യമുള്ളവർക്ക് 499 റേറ്റിൽ ഡെയിലി യൂസിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 3 പീസ് സെറ്റ് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന ഈ ഒരു പ്യുവർ മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന 2 പാറ്റേണും 9 കളേഴ്സും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ആലിയ കട്ട് മോഡലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് എ ലൈൻ കട്ടിൽ എല്ലാവർക്കും എല്ലാ ഏജിലും യൂസ് ചെയ്യാൻ പറ്റുന്ന എ ലൈൻ കട്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാട്ടോ, എങ്കിൽ മാത്രമായിരിക്കും ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഒറ്റൊരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും തരുന്നത്. ബാക്കി കളേഴ്സ് എല്ലാം നമ്മൾ വിയർ ചെയ്ത് കാണിച്ചു പോകുക കേട്ടോ. ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട്. അപ്പോൾ ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓഫറിൽ ഇട്ടേക്കുന്നതാണ്. 1-2 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് മീഡിയം സൈസ് ആണ്. നമുക്ക് സ്മോൾ സൈസും ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സ്മോൾ സൈസോ മീഡിയം സൈസോ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. 299 പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കിടിലം ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. സ്ലബ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് സ്ലിറ്റഡ് ആയിട്ട് ഒരു മാൻഡ്രിൻ കോളറാണ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്ലബ് കോട്ടൺ ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്ക് വരും. മൾട്ടി ത്രെഡും മിറർ വർക്കും ആണ് യോക്ക് ഏരിയയിലേക്ക് താഴേക്ക് കൊടുത്തിട്ടുള്ളത്. സെയിം തന്നെ സ്ലീവിന്റെ ഹെം ഏരിയയിലേക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇത് 499 റേറ്റിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്മോൾ മീഡിയം സൈസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഓഫറിൽ ഇട്ടത് ക്ലിയർ ചെയ്യുവാണ്. 299 ഫ്രീ ഷിപ്പിംഗിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. 2 പീസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. ഇതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് സെയിം തന്നെ സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കോളർ നെക്ക് പാറ്റേണിൽ ഇതാണ് ത്രെഡ് വർക്ക് വരുന്നത്. സെയിം തന്നെ സ്ലീവിന്റെ ഹെമ്മേരിയിലേക്കും കൊടുത്തിട്ടുണ്ട്. 299 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. സ്ലബ് കോട്ടൺ ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ 299 ഫ്രീ ഷിപ്പിംഗിൽ വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഇത് ലൈനിങ്ങും കോട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കായിരിക്കും. 1-2 സൈസിൽ അവൈലബിൾ ആണ്. സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. സ്ക്വയർ നെക്ക് വന്നിട്ട് ഈ ഒരു നെക്കിന്റെ ബോർഡർ ആയിട്ട് സ്കാലപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ലൊരു നെക്കാണ്. ഒരു ചെറി ഫ്ലവർ ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ ഓൾ ഓവർ കൊടുത്തേക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്. പ്രൈസ് വരുന്നത് 299 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വരുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള പുതിയ പ്രൊഡക്റ്റ് ആണ്. കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട്. താഴേക്ക് ബട്ടൺ ഡീറ്റെയിലിംഗും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡാണ്. നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. സ്ലീവിന്റെ ഹെം ഏരിയയിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബട്ടൺ ഡീറ്റെയിലിംഗും കൂടി കൊടുത്തിട്ടുണ്ട്. പ്യുവർ കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള പുതിയ ലോഞ്ചാണ്. മീഡിയം ലാർജ് XXL സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 399. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഇൻഡിഗോ ഷെയ്ഡിലേക്ക്, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് വന്നിട്ട് ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. 3/4 ആണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. ഇതിലും സ്ലീവിന്റെ ഹെം ഏരിയയിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ബട്ടൺ ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മോഡലാണ്. 399 ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. മിസ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ വരുന്നത് പോപ്കോൺ ഫാബ്രിക്കിലേക്ക് വരുന്ന അടിപൊളി കുർത്തിയാണ്. പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. ഇതിൽ നമ്മളൊരു പെൻഡഗൺ നെക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്കിന്റെ ടോപ്പ് മുതൽ താഴേക്ക് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒപ്പം തന്നെ വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഈ ഒരു ടോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്. സൈഡ് സ്ലിറ്റും ആണ്. അതുപോലെ തന്നെ സെന്റർ സ്ലിറ്റും ആണ് വരുന്നത്. സെന്ററിൽ ഒരു ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വരുന്ന പോപ്കോൺ ഫാബ്രിക് ആണ്. മീഡിയം ലാർജ് XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് XXL 3X സൈസ് വരെ അവൈലബിൾ ആണ്. ഈ പ്ലെയിൻ കുർത്തീസ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതാണ് ഈ ഒരു പ്ലെയിൻ കുർത്തീസ് ഒക്കെ വരുന്നത്. അപ്പോൾ 450 റേറ്റിലേക്ക് പോപ്കോൺ ഫാബ്രിക്കിൽ വിത്ത് പോക്കറ്റ് ആയിട്ട് നമ്മൾ ലാർജ് ടു 3X സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്ക് ലാർജ് മുതൽ 3X സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സെയിം തന്നെ നെക്കാണ് വരുന്നത്. താഴേക്ക് ബട്ടൺ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. 3/4 ആണ് സ്ലീവ് വരുന്നത്. ലൈനിങ് ബട്ടർ ക്രേപ്പും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ്. 450 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ലാർജ് മുതൽ 3X സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഒനിയൻ ഷെയ്ഡാണ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ആണ്. വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ്. സെന്റർ സ്ലിറ്റും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാർജ് ടു 3X സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 450 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന റോമൻ സിൽക്ക് ഫാബ്രിക്കിലേക്ക് കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. 3 കളർ ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്ന റോമൻ സിൽക്ക് ഫാബ്രിക്കിലേക്ക് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്ക് വന്നിട്ട് സെൻറ്ററിൽ ചെറിയൊരു വീക്കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ്. പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. അറ്റം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ് വരുന്നത്. മീഡിയം ലാർജ് XXL സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഫാബ്രിക് ആണ്. നല്ല കൂളിംഗ് ആയിട്ട് വരുന്ന അടിപൊളി ഫാബ്രിക് ആണ്. ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കോട്ടൺ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈസ് വരുന്നത് 475 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിന്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. മീഡിയം ടു XXL സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് കളർ ഷെയ്ഡ് ഇതാണ്. പ്രൈസ് വരുന്നത് സെയിം തന്നെ 475 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത്.
അടിപൊളി ഷെയ്ഡാണ്, 3 ഷെയ്ഡും വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സും ഇല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 475. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ്. 2 പീസ് സെറ്റ്, ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. 499 മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പ്രിന്റ് ആണ്. നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിലും നേവി ബ്ലൂ ഷെയ്ഡിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമുക്ക് ഈസ്റ്റർ ഒക്കെയാണ് വരുന്നത്. ഈസ്റ്ററിന് ഈ ഒരു 499 റേറ്റിൽ അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് തന്നെയാണ്. അതിൽ നല്ല കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻ ആണ്, ഡോട്ടൊക്കെ വരുന്ന ഒരു പ്രിന്റാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഫാബ്രിക് നമ്മൾ കഴിഞ്ഞ തവണയും ഈ ഒരു കോട്ട് സെറ്റ് ഈ ഫാബ്രിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരുന്ന പ്രോഡക്റ്റാണ്. ഇപ്പോഴും എൻക്വയറി വരുന്നതാണ് ആ ഒരു കോട്ട് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കളർ ഷെയ്ഡൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെയിം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലേക്ക് ഏറ്റവും സോഫ്റ്റും കംഫർട്ടബിൾ ആയിട്ട് വരുന്ന സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇത് വരുന്നത്. ഈ ഒരു ഫാബ്രിക് ഈ ഒരു പ്രൈസിൽ കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ ആണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് പർച്ചേസ് ചെയ്തിട്ട് പറയുക. ഡീറ്റെയിലിംഗ് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്, നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയായിരിക്കും കേട്ടോ. ടോപ്പ് ബോട്ടം സെറ്റ് ആണ്. ടോപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പ്രിന്റാണ്. ചെറിയ ഫ്ലോറൽ ഡിസൈനിൽ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. ചെറിയൊരു വൈറ്റ് ഡോട്ട്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. സ്ലീവ് ഉൾപ്പെടെ സെയിം പ്രിന്റ് തന്നെയാണ്. ഫാബ്രിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഒരു സമ്മർ സീസണിലേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. എത്ര ഹീറ്റ് ഉള്ള ടൈപ്പ് ബോഡി ആണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കൂളിംഗ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. കുറേ പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പ്രത്യേകം പറയുവാണ്, ഏറ്റവും സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറയുക. ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നതും സെയിം ഫാബ്രിക് തന്നെ. ബാക്കിൽ ഇലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ടിൽ കെട്ടി വെക്കാനായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ്. ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം ആണ്. 40 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ലാർജ് XXL സൈസ് വരെ അവൈലബിൾ ആണ്. പ്രൈസ് എന്ന് പറയുന്നത് 499. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ്. സെയിം തന്നെ ടോപ്പും ബോട്ടം ചെയ്തിട്ടുണ്ട്. ഈസ്റ്ററിനൊക്കെ ഇപ്പോഴേ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. ഇനി ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ട പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറൂൺ ഷെയ്ഡിലോ അല്ലെങ്കിൽ റെഡ് ഷെയ്ഡിലൊക്കെ ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ നെക്കിലൊക്കെ കൊടുത്താലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്നതാണ്. ബോട്ടം സെയിം തന്നെ. ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ കെട്ടിവെക്കാൻ നോട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ്. 40 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം. ബ്ലാക്ക് ഷെയ്ഡിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പ്രിന്റുമാണ്. ഫാബ്രിക് അതിനെക്കാട്ടും സോഫ്റ്റ് ആണ്. അപ്പോൾ ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് എത്ര തവണ വാഷ് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്ന ഒട്ടും ഡാമേജ് വരാത്തൊരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. സമ്മർ സീസൺ ഏറ്റവും ഇടാനായിട്ട് കംഫർട്ടബിൾ ആണ്. അപ്പോൾ പ്രൈസ് 499 റേറ്റിലേക്ക് മോർ ദാൻ വർത്ത് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. MT സൈസ് വരെയുള്ളവർ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ A-line കട്ടിൽ കോളർ നെക്ക് പാറ്റേണിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ സെയിം ഫാബ്രിക്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന 2 ഷെയ്ഡാണ്. ഒരു കോഫി ബ്രൗണും നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ഒനിയൻ പിങ്ക് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. 5 കളർ ഷെയ്ഡാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ. ഡീറ്റെയിലിംഗ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഒരു മാൻഡ്രിൻ കോളർ വന്നിട്ട് സെൻറ്ററിൽ ഒരു കട്ടിങ് വരുന്നുണ്ട്. A-line കട്ടാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഗോൾഡൻ പ്രിന്റ് തന്നെയാണ് വരുന്നത്. കോളറിന്റെ ബാക്ക് സൈഡ് ആയിട്ടും അതുപോലെ തന്നെ ടോപ്പ് പോലെ തന്നെ ബാക്ക് സൈഡിലേക്കും ചെറിയൊരു ബൂട്ട ഡിസൈൻ പോലെ ഗോൾഡൻ ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്സ് ആണ്. 5 ഷെയ്ഡ്സും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നെക്കിന്റെ താഴേക്ക് നമ്മളൊരു പൈപ്പിംഗ് ബോർഡർ കൊടുത്തിട്ട് ഒരു 2 പാനൽസ് പോലെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. A-line കട്ടാണെങ്കിലും 2 പാനൽസ് പോലെ സെൻട്രലിൽ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് പൈപ്പിംഗ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. നെക്കിൻ്റെ ഡിസൈനായിട്ടും നെക്കിൻ്റെ ബോർഡറായിട്ടും നമ്മൾ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. താഴേക്ക് ഈ ഒരു പൈപ്പിംഗ് ബോർഡർ വന്നിട്ട് നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. 46 ഇഞ്ചസ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. ബട്ടർ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ്. നേരത്തെ കാണിച്ചു കൊടുത്തത് ബാക്ക് സൈഡിലേക്കും പ്രിന്റ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും സെയിം ഫാബ്രിക്കിൽ സെയിം പ്രിന്റ് തന്നെയാണ്. ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു പ്രിന്റാണ്, ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. A-line കട്ടാണ്. കുറേ പേര് A-line കട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെയിം കളർ ഷെയ്ഡിലും പാറ്റേൺ കുറച്ച് ഡിഫറൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്. 485 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. MT സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ്. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലേക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഇതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച മോഡൽ തന്നെയാണ്. ഫ്രണ്ട് സൈഡ് പോലെ തന്നെ ബാക്ക് സൈഡിലേക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ചെറിയ പ്രിന്റാണ് ബാക്ക് സൈഡിലേക്ക് വരുന്നത്. MT സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 485 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. സെയിം ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കോളർ നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ A-line കട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. MT സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 485 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് ആണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ഒനിയൻ പിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റൊരു പീസ് പോലും ഇല്ലാതെയാണ് സോൾഡ് ഔട്ട് ആയത്. അപ്പോൾ സെയിം കളർ ഷെയ്ഡ്, ഓൾമോസ്റ്റ് സെയിം കളർ ഷെയ്ഡ് തന്നെ നമ്മൾ ഇത്തവണയും കൊണ്ടുവന്നിട്ടുണ്ട്. MT XX സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കോളർ നെക്ക് പാറ്റേൺ ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് വരുന്ന സെയിം പ്രിന്റ് തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. MT XX സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പ്രൈസ് വരുന്നത് 485 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഈ ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെ ഫ്രണ്ട് പോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വർക്ക് പ്രത്യേകം പറയുവാണ്. ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് സൈഡിലേക്ക് വർക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ബ്രൗൺ ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെയിം തന്നെ ഈ ഒരു ചെറിയ സൈഡിലേക്ക് വരുന്ന ഈ ഒരു സെയിം പ്രിന്റ് തന്നെയായിരിക്കും ബാക്ക് സൈഡിലേക്കും വരുന്നത് കേട്ടോ. അപ്പോൾ MT XX സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രൈസ് വരുന്നത് 485 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന പ്യുർ മൽച്ചന്തേരി ഫാബ്രിക്കിലേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 പാറ്റേൺ വരുന്നുണ്ട്. ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന ഈ ഒരു ആലിയ കട്ട് മോഡലിലും, സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് A-line കട്ടിൽ ഒരു ഇൻവേർട്ടഡ് ഫ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണും കളർ ഷെയ്ഡൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുക. 9 കളേഴ്സാണ് നമ്മൾ 9 കളർ ചാർട്ടാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. ലൈറ്റ് വയലറ്റ് ഷെയ്ഡ്, റാണി പിങ്ക് ഷെയ്ഡ്. ഈ ഒരു പാറ്റേണിൽ വരുന്നത് 3 കളർ ഷെയ്ഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഫ്ലീറ്റിൽ വരുന്നത് 2 മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. എല്ലാ ഏജ് ഗ്രൂപ്പിൽ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. 9 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലേക്ക് വീനെക്ക് പാറ്റേൺ വന്നിട്ട് ആലിയ കട്ട് മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു യോക്ക് ഏരിയയിലേക്കും താഴേക്ക് വരുമ്പോൾ ആലിയ കട്ട് മോഡലിൽ ഫ്ലീറ്റ്സ് ആണ് അയൺ ചെയ്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെ ഫ്രണ്ട് പോർഷനിലും സ്ലീവ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പ് ലൈനിങ് ആണ്, ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അറ്റം വരെ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കായിരിക്കും. ഈ ഒരു ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പ്യുർ മൽച്ചന്തേരിയാണ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് A-line കട്ടിൽ ഇങ്ങനെ വരും. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ്. എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള പുതിയ ലോഞ്ചാണ്. മീഡിയം, ലാർജ്, XXL സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പ്രൈസ് വരുന്നത് 875 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലക്റ്റീവ് ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ആലിയ കട്ട് മോഡലിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് 3 കളർ ഷെയ്ഡും വരുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡിലേക്കാണ്. സെയിം തന്നെ മൽച്ചന്തേരി, പ്യുർ മൽച്ചന്തേരിയിലേക്ക് ആലിയ കട്ട് മോഡൽ വന്നിട്ട് താഴേക്ക് ഫ്ലീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. സ്ലീവ് ഉൾപ്പെടെ നമ്മൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. മീഡിയം, ലാർജ്, XXL സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫുൾ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ MT XX സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 875 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ്. റാണി പിങ്ക് ഷെയ്ഡിലേക്കാണ് ഈ ഒരു ആലിയ കട്ട് മോഡൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. നല്ല ഫ്ലീറ്റ്സ് ആണ് താഴേക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ്. ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പ്രൈസ് വരുന്നത് 875 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന A-line കട്ടിൽ സെൻറ്ററിൽ ഒറ്റൊരു ഫ്ലീറ്റ് ആയിട്ട് മാത്രം ഇൻവെർട്ടർ ഫ്ലീറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഫാബ്രിക് സെയിം തന്നെ പ്യുർ മൽച്ചന്തേരിയിൽ 6 കളേഴ്സാണ് നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യുക. സെയിം വീനക്കാണ്, ചെറിയൊരു കർവ് ആയിട്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴേക്ക് ഒരു സ്റ്റിച്ച് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു ഇൻവെർട്ടർ ഫ്ലീറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒറ്റൊരു ഫ്ലീറ്റേ വരുന്നുള്ളൂ. A-line കട്ടായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെയിം 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബട്ടർ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കായിരിക്കും. സ്ലീവിന്റെ hem ഏരിയയിലേക്ക് ചെറിയൊരു ഡീറ്റെയിൽഡ് വർക്കായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുമ്പോൾ A-line ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ 6 കളേഴ്സാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. മീഡിയം, ലാർജ്, XXL സൈസ് വരെ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് സെയിം തന്നെ 875 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സഫയർ ബ്ലൂ ഷെയ്ഡാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. മൽച്ചന്തേരി ഫാബ്രിക്കിലേക്ക് സെൻറ്ററിൽ ഒരു ഇൻവെർട്ടർ ഫ്ലീറ്റ് ആണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. ഒരു ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൾട്ടി ത്രെഡിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്. മീഡിയം, ലാർജ്, XXL സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 875. തേർഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പീച്ച് കളർ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലൈറ്റ് ഷെയ്ഡ് ഒരുപാട് കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഡാർക്കാണ് എപ്പോഴും കൊണ്ടുവരാറുള്ളത്. അപ്പോൾ കമൻറ്റ് സെക്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഷെയ്ഡും കൂടി കൊണ്ടുവരുന്നുള്ളത്. നമ്മൾ ഓരോന്ന് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നിന്നൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് പർച്ചേസ് ചെയ്യുക കേട്ടോ. നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നൊരു ഫാബ്രിക്കാണ് ഈ ഒരു മൽച്ചന്തേരി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നീറ്റായിട്ട് വരുന്ന ത്രെഡ് എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഇൻവേർട്ടഡ് ഫ്ലീറ്റ് ആണ് സെൻറ്റർ പോർഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മീഡിയം, ലാർജ്, XXL സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 875 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്.
ഫോർത്ത് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫുള്ളുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത്തും കൊടുത്തിട്ടുള്ളത്. ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാം. ഒരു ഇൻവെർട്ടഡ് ഫ്ലീറ്റ്, സിമ്പിൾ ആയിട്ട് വരുന്ന ഇൻവെർട്ടഡ് ഫ്ലീറ്റ് ആണ് സെന്റർ പോർഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഏലിയൻ കട്ടാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അലിയ കട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാവുന്നതാണ്. മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പ്രൈസ് വരുന്നത് സെയിം തന്നെ 875 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. യെല്ലോ ഒക്കെ ഇത്തവണത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ് യെല്ലോ, ഓറഞ്ച്, വയലറ്റ് ഈ ഷെയ്ഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ലെങ്ത് സെയിം തന്നെയാണ്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബട്ടർ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ്. ഏറ്റവും കംഫർട്ടബിളും സൂപ്പർ സോഫ്റ്റ് ആയിട്ടും വരുന്ന മൽച്ചന്തേരി, പ്യുർ മൽച്ചന്തേരിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്ന സെയിം തന്നെ 875. ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. അതിലൊരു ചെറിയൊരു റെഡും കൂടി മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. റെഡും അല്ല, എന്നാൽ കറക്റ്റ് പിങ്കും അല്ലാത്ത അടിപൊളി ഷെയ്ഡാണ്. MT XX സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യുക. 2 പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്യുർ മൽച്ചന്തേരിയിൽ. 47 ഇഞ്ചസ് ആണ് എല്ലാത്തിൻ്റെയും ലെങ്ത് വരുന്നത് കേട്ടോ. ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് വരുന്നത് 875 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കുറച്ച് സാരി കളക്ഷൻസ് ആണ് കേട്ടോ. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡെയിലി യൂസിന്, ടീച്ചേഴ്സ് ആണെങ്കിലും കോളേജിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിന് അഫോർഡബിൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന സാരീസ് ആണ്. 2 പ്രിന്റാണ് വരുന്നത്. ഫാബ്രിക്കും കളർ ഷെയ്ഡും സെയിം തന്നെയാണ്. പ്രിന്റിലും ബോർഡേഴ്സിലും മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്, ബോർഡർ ഡിസൈൻ വരുന്നത്. ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് ഡീറ്റെയിലിംഗ് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ്. നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതാണ് സാരിയുടെ ഒരു ഫുൾ ഡിസൈൻ വരുന്നത് കേട്ടോ. നല്ല അടിപൊളി കളർ ഷെയ്ഡും പാറ്റേണും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ എന്ന് പറയുന്നത്. 450 മാത്രമേ ഉള്ളൂ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. അതും ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഒരു ബോർഡർ ഡിസൈൻ വരുമ്പോൾ നോക്കി, സാധാരണ നമുക്ക് പട്ട് സാരിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഗോൾഡൻ പ്രിന്റിൽ തന്നെയാണ് ആ ഒരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുള്ളത്. ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ്. കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ ഷെയ്ഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ബോർഡർ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡും പാറ്റേൺ ഒക്കെ ഇഷ്ടമുള്ളവർ നമുക്ക് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. 450 റേറ്റിലേക്ക് നിങ്ങൾക്ക് മോർ ദാൻ വർത്താണ്. നമുക്ക് ബൾക്കായിട്ടും അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 450 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അതിൻ്റെ തന്നെ ബോർഡർ ഡിസൈനും പ്രിന്റും ചെറിയ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുള്ളവർക്ക് ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സെയിം തന്നെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു ബോർഡർ ഡിസൈനാണ് ഇതിൽ വരുന്നത് കേട്ടോ. പ്രിന്റ് വരുന്നത് ഇതാണ്. എല്ലാ കളർ ഷെയ്ഡും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. പ്രൈസ് സെയിം തന്നെയാണ് 450 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതിന്റെ ബോർഡർ ഡിസൈൻ വരുന്നത് ഇതാണ്. പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ. സെയിം തന്നെയാണ്. നേരത്തെ കണ്ട പോലത്തെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെ 2 പ്രിന്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ലാവൻഡർ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. 450 ആണ് പ്രൈസ്. അതിന്റെ തന്നെ നെക്സ്റ്റ് ബോർഡർ വരുന്നത് ഇതാണ്. സെയിം ലാവൻഡർ ഷെയ്ഡിലേക്ക് ബോർഡർ ഡിസൈൻ ഇത് വരും. താഴേക്കുള്ള പോർഷൻസ് വരുമ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. 450 മാത്രമേ ഉള്ളൂ. അഫോർഡബിൾ പ്രൈസിൽ ബൾക്കായിട്ട് തന്നെ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് ഷെയ്ഡ്, തേർഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡിൻ്റെ പ്രിന്റ് ഇതാണ്. ബോർഡർ ഡിസൈൻ ഇങ്ങനെ വരും. ബാക്കി പോർഷൻസ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. 450 ആണ് പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ബോഡി ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ബോർഡർ ഡിസൈനും ഈ ഒരു പ്രിന്റും കംപ്ലീറ്റ് ആയിട്ടും ഈ സാരിയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ 450 ആണ് പ്രൈസും വരുന്നത്. നേരത്തെ കണ്ടന്റ് തന്നെ പ്രിന്റിൽ വ്യത്യാസം വരുന്നത് ഇതാണ് കേട്ടോ. ബോർഡർ ഡിസൈൻ ഇങ്ങനെ വരും. താഴേക്ക് പ്രിന്റ് വരുന്നത് ഇതാണ്. സെയിം ഷെയ്ഡ് തന്നെ കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 450. നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. ബോർഡർ ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ. താഴേക്ക് പ്രിന്റ് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻ. പ്രൈസ് വരുന്നത് 450. നേരത്തെ കണ്ടന്റ് തന്നെ പ്രിന്റിൽ വ്യത്യാസം വരുന്നത് ഇതാണ് കേട്ടോ. കളർ ഷെയ്ഡും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് ഇത്. ബോർഡർ ഡിസൈൻ ഇങ്ങനെ വരും. താഴേക്ക് പ്രിന്റ് വരുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർ പർച്ചേസ് ചെയ്യുക. 450 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബൾക്കായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന 1000 ബിലോയിൽ മാത്രം വരുന്ന 3 പീസ് സെറ്റാണ്. നെക്കോട്ട ഫാബ്രിക്കിലേക്ക് 3 കളർ ഷെയ്ഡാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പ്രൈസ് വരുന്നത് 950 മാത്രമേ ഉള്ളൂ. അതും ഫ്രീ ഷിപ്പിംഗിലാണ്. കളേഴ്സ് പേസ്റ്റ് കളേഴ്സ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന നല്ലൊരു ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് ഷെയ്ഡ് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. അങ്ങനെ 3 ഷെയ്ഡ്സ് ആണ് വരുന്ന. ഡീറ്റെയിലിംഗ് കാണാം. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്നത് തന്നെയാണ്. 3 പീസ് സെറ്റ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആയിട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു അഫോർഡബിൾ പ്രൈസിലേക്ക് നമ്മൾ പാർട്ടി വെയർ കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. ഒരു സ്ക്വയർ പാറ്റേണിൽ നമ്മൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് യോക്ക് ഏരിയ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. റൗണ്ട് നെക്ക് വരുന്നുണ്ട്. നെക്കിൻ്റെ താഴേക്ക് ഈ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. നെറ്റ്കോട്ട ഫാബ്രിക് ആണ്.
46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലേക്കാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം എന്ന് പറയുമ്പോൾ സാൻഡൂൺ ബോട്ടം. പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ബാക്ക് സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ കെട്ടി വെക്കാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. 40 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഈ ഒരു ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട എന്ന് പറയുന്നത് നല്ല ലെങ്ത്തിലും വിട്ടിലും സ്കാല ബോർഡേഴ്സ് ആയിട്ട് യോക്ക് ഏരിയയിലേക്ക് വരുന്ന സെയിം വർക്ക് തന്നെ നമ്മൾ എംബ്രോയിഡറിയും സീക്വൻസും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. സ്കാറ്റേഡ് ആയിട്ടും ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നതും സ്കാലപ്പായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ ലുക്ക് 3 പീസ് സെറ്റിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇതാണ്. മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 950 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. MT ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത്. 3 പീസ് സെറ്റാണ്. നല്ല ലെങ്ത്തിലും വിടത്തിലും വരുന്ന ദുപ്പട്ടയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഓവർ ചെറിയൊരു വർക്ക് വരുന്ന ദുപ്പട്ടയാണ്. ബോക്സ് ടൈപ്പ് പാറ്റേൺ ആണ്. നല്ല അടിപൊളി കളക്ഷൻ ആണ്. വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്യാം കേട്ടോ. പ്രൈസ് വരുന്നത് 950 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ലൈലാക് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്നതാണ്. ലൈറ്റ് ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സാൻഡൂൺ ബോട്ടാണ്. ടോപ്പ് വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിലേക്ക് ബട്ടർ ക്രീം ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MT ഡബിൾ എക്സിലുള്ളവർ പർച്ചേസ് ചെയ്യുക. പ്രൈസ് വരുന്നത് 950 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. പ്രത്യേകം പറയുവാണ്, നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് 2 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും. ഇൻസൈഡ് കേരള 6 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത്. ഔട്ട്സൈഡ് കേരള വരുമ്പോൾ 8 to 10 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കാറുണ്ട്. DTDC അവൈലബിൾ ആണ്. DTDC പെട്ടെന്ന് വേണമെന്നുള്ളവർ DTDC പ്രിഫർ ചെയ്യുക. എക്സ്ട്രാ പേയ്മെന്റ് DTDCക്ക് വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗിലായിരിക്കും. അപ്പോൾ കുറേ പേരെങ്കിലും പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് വരുന്നുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നത്. ഐറ്റം ചെക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അയക്കാനായിട്ട് നമ്മൾ 2 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിരിക്കും. ഇൻസൈഡ് കേരള ഒരു 6 വർക്കിംഗ് ഡേയ്സ്, ഔട്ട്സൈഡ് കേരള 8 to 10 വർക്കിംഗ് ഡേയ്സ് കേട്ടോ. അതിനുശേഷം കിട്ടിയില്ലെങ്കിൽ എൻക്വയറി ചെയ്യാം. നമുക്ക് ഒരുപാട് മെസ്സേജ് സെക്കൻഡ് ഡേ ആകുമ്പോൾ തന്നെ കിട്ടിയില്ല, പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിരിക്കും കേട്ടോ. നമ്മൾ ഈ പറയുന്ന ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആയിരിക്കും. എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാം. നമ്മൾ ട്രാക്കിംഗ് ഐഡി എടുത്ത് തരുന്നതാണ്. അതുപോലെ തന്നെ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പാക്കറ്റിലിട്ട് എടുക്കുന്ന വീഡിയോസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. കറക്റ്റായിട്ട് വീഡിയോയിൽ ഇഷ്യൂ ഒന്ന് കാണിക്കുക, വീഡിയോ ഓഫ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അയച്ചു തരാം. നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ച് എന്താണോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് നമ്മൾ അത് ചെയ്തു തരുന്നതാണ്. സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല. എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ യൂസ് ചെയ്യാം. നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക. നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്തു തരുന്ന കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സിലൊക്കെ വരുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസ് കിട്ടുള്ളൂ. ഇനി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.